ഞാൻ ഏറ്റവും ഭയക്കുന്നത് എന്താണ്? അതിന് ഒരുത്തരമേ ഉള്ളൂ: ഞാൻ സ്നേഹിക്കുന്നവരുടെ മരണം. ഇത് ഞങ്ങളുടെ വല്യച്ഛ. 2021 ഫെബ്രുവരി 23 ഒരു ആക്സിഡൻറ്റിൽ വല്യച്ഛ പോയി. എങ്ങോട്ട് പോയി? ഞാനിവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഒരാളോ നിന്റെ ഡോക്ടർ പോയല്ലോ, ഇതിപ്പോൾ ആക്സിഡന്റ് ആയില്ലേ എന്ന് പറഞ്ഞു. മെഡിക്കൽ സ്റ്റാഫുകാർ വിളിച്ചിട്ട് അപ്പോൾ ഡോക്ടർ ഞാനിപ്പോൾ പോയി നോക്കിയിട്ട് വന്നേയുള്ളൂ. പിന്നെ ഏത് ഡോക്ടറെ പോയാലും തന്നെ സുഖമായിട്ട് പോകുന്നില്ലേ, ആ ഡോക്ടറാണ് ആക്സിഡന്റ് ആയത്. അയ്യേ ഇതാ ഞാൻ വെള്ളിയാഴ്ച വന്ന് മരുന്ന് വാങ്ങിച്ചു വന്നു. പിന്നെ വെള്ളി 1, ശനി 2, ഞായർ 3, തിങ്കൾ 4, ചൊവ്വ 5, 5 പക്കം പോയി. എന്ത് ചെയ്യാ? മരണമെന്നാൽ എന്താണ്? ഓർമ്മകളും കഥകളും നമുക്ക് തന്ന് ഒരു ശൂന്യതയും ബാക്കി വെച്ച് വല്യച്ഛ എങ്ങോട്ടാണ് പോയത്? ഞങ്ങൾ ഒരു നിയോഗം ഇതുവരെ അച്ഛനെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. കൺവേഷൻ ഞങ്ങൾ ഒന്നുമില്ലാത്ത മെനക്കെട്ടത് മുത്തച്ഛനെ പിറന്നാൾ, പക്ഷെ നമുക്ക് മുത്തച്ഛനെ പിറന്നാൾ അടിപൊളിയാക്കണം തോന്നിട്ട് കറക്റ്റ് കലണ്ടറിൽ വട്ടോട്ട് നിങ്ങളുടെ അച്ഛനെ പിറന്നാൾ തന്നെ ഞങ്ങൾ എന്നിട്ടോ അടുത്ത ആഴ്ച ഓടി എന്നെ പിറന്നാളൊക്കെ എപ്പോഴോ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊന്നും ഓർമ്മയും കൂടി ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മുത്തച്ഛൻ ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരുടെ ഫ്ലിപ്കാർട്ടിൽ വാച്ച് ഓർഡർ ചെയ്തു. വാച്ച് കിട്ടി. പറയണ്ട, ഒന്നും പറയണ്ട, സർപ്രൈസ് ആയിട്ട്. അപ്പൊ ആഘോഷിക്കണമെന്നും ഇഷ്ടമല്ല. പിന്നെ വേറെ പണിയില്ല എന്ന് പറയും. അങ്ങനെ ഇല്ലാത്തവർക്ക് ചോറ് കൊടുക്കുക, അതൊക്കെയാണ് പുണ്യം എന്നൊക്കെ പറയും. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല, ഒന്നും മിണ്ടിയില്ല. തലേദിവസം ശനിയാഴ്ച പോയി. അപ്പൊ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് പോയി. പച്ചക്കറി എല്ലാം സംശയം തോന്നാൻ പാടില്ല, സദ്യ ഉണ്ടാക്കേണ്ട സംശയം തോന്നാറില്ല. അപ്പൊ എല്ലാം മേടിച്ചിട്ട് പായസത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയി. രാവിലെ ഒന്നും മിണ്ടിയില്ല. കുളി കഴിഞ്ഞിട്ട് എപ്പോഴും ദൈവം തൊഴാൻ പോയിട്ട് സമയത്ത് ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വരെ പോവാ പറഞ്ഞിട്ട് പോയ ശേഷം രണ്ടുപേരും കൂടെ മുതിച്ചേണ്ട ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇപ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ആ ഫോട്ടോ ആണ് കാണിച്ചത്. അതുപോലെ കൊങ്ങ മടക്കി ചെറുനാരങ്ങ പിടിക്കാൻ ഈ സാധനം എടുത്തിട്ട് പോകും. അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. വർഷങ്ങളായിട്ട് ഞാനും വൈദ്യര് മാത്രമേ ഉള്ളൂ പഴയ ആള് എന്ന് വേണം പറയാൻ. ഞാനും രാധാകൃഷ്ണൻ വൈദ്യര് മാത്രമേ പഴയ ആളായിട്ട് പണിക്കോടുള്ളൂ. പക്ഷെ അത് അവസ്ഥാനിച്ചു അയാൾ പെട്ടെന്ന്. ഞാൻ കവിഞ്ഞെനിക്ക് പറയാൻ പറ്റില്ല. ഒരു എറുമ്പിനെ പോലും അയാളുടെ വണ്ടിയിൽ അടിയപ്പെട്ട ചാവില്ല. അങ്ങനെ പോകുന്നതൊക്കെ സംഭവിച്ചു. ചില്ല് പോയി, ഒരു ഗ്ലാസ് ചില്ല്. ഇനി വാച്ച് ഉണ്ട്. സ്റ്റെയിൻ കണ്ടോ? അത് ഞാൻ മനഃപൂർവ്വം കളഞ്ഞില്ല, എങ്ങനെ വെച്ചിരിക്കുക ഓർമ്മയ്ക്ക്. ഒരാൾ മരിക്കുമ്പോൾ അയാൾ മാത്രമാണോ ഇല്ലാതാകുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണപ്പോൾ സംഭവിക്കുന്നത്? എനിക്ക് അന്ന് മരിച്ചത് എനിക്ക് അച്ഛനെ പറ്റിയിട്ടേ അല്ല, ഞാൻ അമ്മയെ പറ്റിയിട്ടാ ഫുള്ള് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു കരഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കരച്ചിലേ വരുന്നില്ല, എന്താണെന്ന് അറിയില്ല. അമ്മയുടെ അടുത്ത് പറഞ്ഞു അച്ഛൻ മരിച്ചു കിടക്കുന്നു, മരിച്ചു എന്നല്ലാതെ അച്ഛൻ പോയി നമുക്ക് ഫാക്ട് അത് പോയി. പക്ഷെ ഇനി ഇപ്പുള്ളത് അമ്മയാണെങ്കിൽ ഒരു വിധത്തിലുള്ള നമ്മുടെ അറിയില്ലേ ക്യാരക്ടർ, അമ്മ ഭയങ്കര സെൻസിറ്റീവ്.
എങ്ങനെ അമ്മയെ കരക്കി പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മാനസികത തെറ്റിപ്പോ എത്രയോ പേര് എനിക്കറിയാം. പക്ഷെ അവര് ഞങ്ങളുടെ ഫാമിലി തന്നെ എത്ര പേര് മുത്തശ്ശ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ മനസ്സൊക്കെ വിട്ട് അസുഖങ്ങളൊക്കെ വന്നത്. അപ്പൊ അമ്മ ഇനി ആ ലെവലിലേക്ക് പോകുമോ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു. ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്തൊക്കെ ഒരു പിടിയില്ലാത്ത ആ കൂടെ അതിനെ പറ്റിയുള്ള ഫുള്ള് ചിന്തകൾ മുഴുവൻ അങ്ങനെയായിരുന്നു. പിന്നെ അച്ഛനെ അതിനെ കുറിച്ച് അങ്ങനെ ഞാൻ തിങ്ക് ചെയ്യണേ ഇല്ല. അമ്മ ഇനി എങ്ങനെ ഇവിടെ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച്. പിന്നെ അച്ഛനെ ആ ഒരു കുറവ് അറിയാൻ തുടങ്ങിയത് അമ്മ ഇവിടെയൊക്കെ വന്ന് സെറ്റിലായി എല്ലാം കഴിഞ്ഞ് പിന്നെയാണ് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്താണ് ആ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. വിഷുവായാലും ഓണമായാലും നല്ല ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ ഓണത്തിന് എനിക്കിവിടെ മാധവന് അണിയാനൊക്കെ അച്ഛൻ അവിടെ മെനക്കെട്ട് വരും. ചുറ്റുപേര് വന്ന് ഫസ്റ്റ് എനിക്ക് അറിയാൻ ഇവിടെ ഫസ്റ്റ് ഞങ്ങൾ വീട് കെട്ടിയിട്ട് ഓണം ദിവസം കട നിർത്താൻ പറയുന്നത് എൻ്റെ അറിവിൽ ഒരു കടക്കുക സൈക്കിൾ ചവിട്ടിയിട്ട് വന്ന കാലമുണ്ട്. അപ്പോൾ കുറേ വയസ്സും കായൊക്കെ ആയില്ലേ ഞാൻ. അപ്പം എനിക്ക് മനസ്സിന് വിഷമം. അപ്പോൾ കുറേ ആയില്ല. ഇപ്പം ഇത്തിരി നിങ്ങൾ ആക്കി വെച്ചില്ലേ നമുക്കുള്ള കഞ്ഞിയും കുടിച്ചിട്ട് അവരുടെ ഇപ്പം ദൈവം സഹായിച്ച അവർക്ക് കൊടുക്കുന്നു. പിന്നെ ആരും നോക്കണം നിങ്ങൾ ഇരിക്കും പോണ്ടെന്ന് കുറേ ആയി പറയാൻ. നിങ്ങൾ ഈ വണ്ടി ഒന്ന് പോണു വണ്ടിയിൽ എപ്പോഴത്താണ് ഈ വണ്ടിയിൽ ഉപേക്ഷിക്കുക? ഒരു ദിവസം ഉപേക്ഷിക്കൂല ഞാൻ. ചിറ്റൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു മൂളയിൽ ഉണ്ടാക്കിയ ഒരു രൂപം ഞാൻ കണ്ടത് അമ്പലത്തിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതൊരു കണ്ണാടി കൂട്ടിലിട്ടിട്ട് കാണിച്ചു തന്നെയായിരുന്നു. നല്ലൊരു കാരണം എത്രത്തോളം മനസ്സിലത് ഒതുങ്ങി നിൽക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ലല്ലോ. ആരും ഇതുവരെ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യം ആൾ ചെയ്ത് കണ്ടി തന്നപ്പോഴാണ് ആളെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അമ്പലം കുഞ്ഞുകാവ് നടത്താൻ വേണ്ടി പോവാണ് പഴയൂർക്കാവ്. അപ്പോൾ നമ്മൾ ഇതേ ഒരു മോഡൽ വെച്ചിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൾക്കാർ പിന്നെ ആയുർവേദശാലയിലും ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു, നല്ലൊരു ആളായിരുന്നു. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ആളും മരിച്ചത്. അപ്പോൾ ആളുടെ ഒരു ഓർമ്മയ്ക്കായി ഒന്നും ഇപ്പോൾ അത് സൂക്ഷിച്ച് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലം പണി ചെയ്യുമ്പോഴും ആ രീതിയിലുള്ള ഒരു മോഡലിലായിരിക്കണം ചെയ്യാമെന്നൊരു ആഗ്രഹമുണ്ട്. ജീവനിലെന്ന് കരുതിയ ഈ വസ്തുക്കളിലാണ് വല്യച്ഛനെ ഞങ്ങൾ ഇന്ന് അറിയുന്നത്. ഒന്നര കൊല്ലമാണ് പണിത്. ഒരു കൊല്ലം 1.5 കൊല്ലമായി. നീ ഞായറാഴ്ച ലീവല്ലേ കിട്ടുള്ളൂ. അപ്പൊക്കെ ഉമ്മർത്ത് ഒന്ന് ചെയറൊന്നും വെച്ചുണ്ടാക്കി ഇടുപ്പ് വേനയൊക്കെ ഉണ്ടായിരുന്നു അന്നേക്ക്. അതും വെച്ച് ആ നിലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് അപ്പം ഞാൻ കൂടെ സഹായിക്കും. പണിയൊക്കെ കഴിഞ്ഞാൽ എനിക്കെന്തോ അപ്പോൾ ഇതെടുക്കുക പറഞ്ഞാൽ അതിനൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ആ ഒരു ആയിട്ട് 1.5 കൊല്ലം ഇത് ചുറ്റുവിളക്കുണ്ട്. അപ്പം ചുറ്റുവിളക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചു. പിന്നീട് ഒരു ദിവസം കൊണ്ട് എത്ര ബട്ടൺസും കൊണ്ട് അതിലൊക്കെ പെയിന്റ് അടിക്കാൻ തുടങ്ങി. കറുപ്പ് ഇതല്ലേ ചുറ്റുവിളക്കുകളൊക്കെ കറുപ്പല്ലേ, അതിൻ്റെ വെള്ള ബട്ടൺസിനെയൊക്കെ കറുപ്പാക്കി. എന്നിട്ട് അതിലിങ്ങനെ ഗ്രഹിക്കുക ചുറ്റും ഇങ്ങനെ. അങ്ങനെയാണ് അവസാനം. ആ സ്കൂൾ ഞാൻ സ്കൂളിൽ പോലെ മത്സരം ഉണ്ടാവില്ല, ക്രാഫ്റ്റ് മത്സരം. ആ മത്സരത്തിന് അച്ഛണ്ടാക്കി ക്രാഫ്റ്റ് അതിനെടുത്തിട്ട് പോയിട്ടുണ്ട്. അത് പക്ഷെ ഭയങ്കര ഇതായി, എല്ലാ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആരെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, അച്ഛൻ ഉണ്ടാക്കിയൊക്കെ എടുത്തുണ്ടോ. അങ്ങനെ സ്കൂളിൽ എന്തോ ഒരു കാര്യത്തിൽ അച്ഛൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ ഓർമ്മയില്ല. കുറേ അത് ഫ്രെയിം ചെയ്ത് മറത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് മോതിരത്തിനുള്ള നൂലുകൊണ്ട് ഇങ്ങനെ ഒരു നർത്തകിയുടെ ശില്പം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും നല്ല വയറാണെന്ന് ആരും പറയുകയില്ല. വയറിനുള്ളിങ്ങനെ മോതിരം ഇങ്ങനെ മെടഞ്ഞ് മോതിരം ഉണ്ടാക്കുക വയറിനുള്ളിൽ അങ്ങനെ അതുണ്ട്. പിന്നെ വൈക്കോല് സാധാരണ വൈക്കോലിനെ കട്ട് ചെയ്തിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിച്ചിട്ട് സീനറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറേ കാലം അച്ഛൻ വടക്കന്തരയില് അച്ഛനെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടില്. എന്നോട് പറയേ നീ എൻ്റെ കൂടെ ഒരു ദിവസം നീ ഇരിക്കുക വൈദ്യശാലയിൽ.
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ നിനക്ക് മനസ്സിലാവും നമുക്കൊന്നുമില്ല, ഒരു പ്രശ്നവും നമുക്കില്ല, നമുക്ക് സുഖമാണ്, സ്വർഗമാണ് നമുക്ക്. ഓരോരുത്തരുടെ ആവലാതി, ഒരുത്തർ മരുന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും അവരുടെ ആവലാതി. ഞാൻ നന്നായി വായടിച്ചു, ഇതൊക്കെ കേട്ടിട്ടാണ് ഇതൊക്കെ ഇത്ര ഉണ്ടാക്കിയത്, ഞാൻ ഇതൊക്കെ കേട്ടിട്ടാണ്. അങ്ങനെ പറ്റുള്ളൂ, നമുക്ക് അവരുടെ കേൾക്കണം, അങ്ങനെ തന്നെ ആവുള്ളൂ. സാറേ പറയും, ചിലവർ മകനെ പറയും, അച്ഛ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ എല്ലാം കേൾക്കുകയും ചെയ്യും. കാരണം ഒരാളെ പോലും നിരാശപ്പെടുത്തി അയക്കാറില്ല. വന്നാലും തൊട്ട് സാന്ത്വനിപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത്, വയസ്സായവർ കൂടുതൽ മക്കൾ പോലും ശ്രദ്ധിക്കാത്ത യുഗമാണിപ്പോൾ. അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം പരിശോധിച്ച് നോക്കി പുറത്ത് തട്ടി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ശാന്തമായിട്ട് പോയി ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പോകണം. ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സമാധാനമാണ്. കുറച്ച് വാങ്ങിയിട്ട് വെക്കൂടെ, ഇല്ല വേണ്ട എന്തിനാ വരാണ്ടിരിക്കും, ഞാൻ കട വാങ്ങാൻ തരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറയും. നമ്മൾ മരുന്ന് വാങ്ങുന്നത് കടം വാങ്ങുമ്പോൾ പിന്നെ ആങ്ങളെയൊക്കെ വാങ്ങും. ആങ്ങളെ എപ്പോഴും പോയി വാങ്ങാനാണ്, അവൾക്ക് എപ്പോഴും വേണം, ആങ്ങളേക്ക് ആങ്ങളുടെ മകൾക്കും ഒക്കെ വേണം. അപ്പം അവര് വെച്ചാലും പിന്നീട് വേമ്പം കൊടുക്കും. നമുക്ക് അവർ കടയാണ്, അതുകൊണ്ട് അവർക്ക് എപ്പോഴും വന്ന് കൊടുക്കാറുണ്ട്. നമുക്ക് അതുപോലെ പറ്റാതെ വന്ന എന്ത് കേട്ടോ, മക്കളെ കൊണ്ടുവന്നിട്ട് തന്നെ വേണ്ട. നമ്മൾ പണിക്ക് പോകും, പണിക്ക് പോയി വന്നിട്ട് എന്തായാലും ഞങ്ങൾ വാങ്ങാണ്ടിരിക്കില്ല. ഒരു മാസം വിട്ട് പിന്നത്തെ മാസം വാങ്ങിക്കും, ചീത്ത പറയും. നിങ്ങൾക്കെല്ലാം കൂടെ പറഞ്ഞില്ലേ ഞാൻ തരാമെന്ന്, കുറച്ച് വാങ്ങിട്ട് വെക്കോളേ, ഇപ്പൊ 2 ആഴ്ചക്ക് വാങ്ങിച്ചാൽ മതി, പിന്നെ നിങ്ങൾ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറയും. മനസ്സ് വയറ് കത്തുന്ന ഒരാളാണ്. നമ്മളെ ഒരു സങ്കടം, നമുക്കൊരു ഏകവന്ന എങ്ങനെയാണ് അദ്ദേഹം നല്ല വയറ് കത്തലും നമുക്ക് എല്ലാവർക്കും സഹായിപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. വെറുതെ ആൾക്കാർ വന്ന് സാധനം കൊടുത്തുവിടല്ലേ, വന്നവർ ഇയാൾ ശരിയല്ല, നമ്മൾ അങ്ങോട്ട് പോകില്ലേ, ഇത് അങ്ങനെയല്ല. പിന്നെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്ന് സാധനം തന്ന് അതെങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ച്, അല്ലെങ്കിൽ ഇത് വേണ്ടാവണ്ണം തിരിച്ചു കൊടുത്ത് എടുക്കുകയും ചെയ്യും. ഈ ഗുളിക കൊടുത്തില്ല, വേണ്ടാവണ്ണം എടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളാണ്. ഇനി ഒരു സ്ഥലത്ത് ഡോക്ടറുടെ പോയാൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അച്ഛനാകുമ്പോൾ അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട, കണ്ടാൽ പിടിച്ചു നോക്കുക എന്നതാണെന്ന് അയാൾക്ക് അറിയും. അതിനുള്ള മരുന്ന് തരും, ഉറപ്പില്ലാന്ന് അതിന് തരും, ഉറക്കം കൂടുതലാണെങ്കിൽ അതിന് തരും, എല്ലാം പറഞ്ഞും തരും. ഒരുപാട് നേരത്തെ എണിക്കണ്ട, ഒരുപാട് നേരത്തെ പണിയെടുക്കണം, എണിക്കണ്ട, ഉറക്കം കളയണ്ട, ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, കഴിക്കാണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാം പറഞ്ഞു തരുന്ന ആളാണ്. ഞാൻ നീ അതാ തുറക്കുന്ന അച്ഛൻ പോയപ്പോ ഇനിയിപ്പോ അങ്ങനെ ഒരു കട നിൽക്കുന്നൊന്നും വിചാരിച്ചതേ ഇല്ല. അത് പൂട്ടണേക്കാട്ടിലും അച്ഛക്കുണ്ടായിരുന്ന കസ്റ്റമേഴ്സിന്റെ ആ ഒരു അന്നത്തെ വർത്തമാനം കേട്ടപ്പോ അതാണ് ആകെ ഉണ്ടായത്. അച്ഛക്ക് വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ രോഗികള് അയ്യോ അവരുടെ മരുന്ന് കഴിയാറായിട്ടുണ്ടാവും, കോയമ്പത്തൂര് ഏകദേശം മരുന്ന് കഴിയുന്ന സമയമൊക്കെ അച്ഛക്ക് അറിയാം. അവരുടെ മരുന്ന് കഴിയാറായിട്ടുണ്ടാവും, അവര് വരാറായിട്ടുണ്ട്, അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ കട കൂട്ടുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, അങ്ങനെ നമുക്ക് തന്നെ കിട്ടില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ കുട്ടിക്കാലം തൊട്ടിട്ട് ഇംഗ്ലീഷ് മരുന്നേ കഴിച്ചിട്ടില്ല, എപ്പോഴും അച്ഛൻ്റെ മരുന്ന് തന്നെ കഴിക്കുക. നമ്മളെന്നെ അത് പൂട്ടിക്കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും നമ്മൾ തന്നെ ആലോചിച്ചില്ല. അതുപോലെ അവര് സ്ഥിരമായിട്ട് കഴിക്കണവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോ മഴയുടെ അടുത്ത് നടത്താൻ തുടങ്ങിയപ്പോ അവരും അതുപോലെയാണ് ഇപ്പം ഇവിടെ ഇപ്പോൾ ആൾ മരിച്ച ശേഷമാണെങ്കിലും ഇപ്പോൾ ഇവിടെ വരുന്ന രോഗികളാണെങ്കിലും എല്ലാവർക്കും വൈദ്യര് അല്ലെങ്കിൽ ഭാര്യര് എന്ന് പറഞ്ഞു വരുന്നതല്ലാതെ നമ്മളെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പുതിയതായി തുറന്നു കണ്ടൊന്നും ഇവിടെ ആരും വരുന്നില്ല. വരുന്നതെല്ലാം പഴയ അനുഭവം വെച്ചിട്ടും ഈ വന്നത് ഫോട്ടോ കണ്ട് കരയുന്ന ആൾക്കാരും ഫോട്ടോയും മരുന്ന് നോക്കി കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ. അതുപോലെ ഇവിടെ നമ്മളൊരു ഗ്ലാസ് വെള്ളമാണ് കൊടുക്കണമെങ്കിലും ആ വെള്ളത്തിനെ കൊണ്ടുപോയി ഫോട്ടോയും കാണിച്ചു കൊടുക്കും, ഞാൻ എന്താ വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ മരുന്ന് കുടിക്കുന്നുണ്ട്, ഇത് നല്ലതല്ലേ എന്നൊക്കെ നമ്മളോടൊന്നും ചോദിക്കില്ല. ഒക്കെ വൈദ്യരോട് ചോദിച്ച് വൈദ്യരെന്നെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാർ. പിന്നെ ഡോക്ടർ തന്നെ ഇപ്പോൾ ഒരു മരുന്ന് എഴുതി കൊടുത്താൽ തന്നെയും ആ മരുന്ന് വേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഒരു ചോപ്പ് കുളിക്കുന്നുണ്ട് ഓർട്ടോനില്, അത് വൈദ്യര് കൊടുക്കണം മരുന്നാണ്. ഇവിടെ ആരെന്ത് എടുക്കുവേദന അല്ലെങ്കിൽ കൈവേദന കാൽവേദന എന്ന് പറഞ്ഞ് വന്നാലും ഒരു അട്ട യോഗരാജ ഗുരുകുലവും അല്ലെങ്കിൽ ഒരു ഓർട്ടോനിൽ ടാബ്ലറ്റും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരും അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു ചികിത്സ വേണ്ട. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ ഒരു കുപ്പി അരിഷ്ടം, ആ അരിഷ്ടവും ഈ ഒരു മരുന്നും കിട്ടിക്കഴിഞ്ഞാൽ കഴിയും. ഫോൺ ഓണായിരുന്നു ആ സമയത്ത് തന്നെ ദൂരെ കോളറിയുന്നത് എവിടുന്നൊക്കെയോ വിളിക്കണ്ടായിരുന്നു.
അറിഞ്ഞിട്ട് വിളിക്കുന്നവര് അറിയാതെ വിളിക്കുന്നവര് അപ്പൊ ഞങ്ങൾക്ക് ആകെ ഞങ്ങൾ നമ്മളെ മനസ്സ് ശരിയില്ലാതിരിക്കുക. ഇവര് വിളിച്ചിട്ട് ഈ അവരുടെ വർത്താനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ സെറ്റ് ആവും. അപ്പൊ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ മാനേജർട്ടിക്കല്ലേ ഇതിന്റെ ആവശ്യം. അപ്പൊ ഞാൻ സിം അയച്ചിട്ട് മാനേജർട്ടി കൊടുത്തു. ഫോൺ ഇപ്പൊ വർക്ക് ചെയ്യില്ല, ഇടയിൽ എടുക്കുന്നുണ്ടാവും. പിന്നെ അങ്ങനെ വെച്ചു. പന്തലിടാടി പറഞ്ഞു. വേണ്ട, നിങ്ങൾ പന്തലും ഒന്നും എനിക്കെന്തിനു പന്തലിനി? കാരണം നിങ്ങൾ സാധാരണ ഒരു പന്തലിടുമല്ലോ മുറ്റത്ത്. വെയിൽ തട്ടാതിരിക്കാൻ ആ പന്തൽ ഇട്ട് തരാറുണ്ട്. എനിക്ക് ഒരു പന്തലും വേണ്ട. ഞാനിങ്ങനെ ഇരുന്നത് ഇതൊക്കെ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ പറഞ്ഞു. ഫോൺ അടിച്ചപ്പോൾ അത് പറയാൻ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തു. എനിക്കേ ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് ഒന്ന് പറഞ്ഞ ഉടനെ എനിക്കൊന്നും കേൾക്കാനൊന്നും പറ്റണില്ല. കണ്ടൊക്കെ പൂത്തു. എനിക്ക് വയ്യാണ്ടായി. എന്താ ചെയ്യുന്ന പറയാം. ആരെയും വിളിച്ചിട്ടും കേൾക്കുന്നില്ല. തപ്പി 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 അല്ലെങ്കിൽ ആ ചോദ്യത്തിലേക്ക് തൊടി നിൽക്കണം. ആരെങ്കിലും കണ്ടാൽ വിളിക്കാൻ വിചാരിച്ചിട്ട് പോയ ഒരു മനുഷ്യനെ കാണാൻ ഞാൻ വീടും തന്നെ വിചാരിച്ചു. ഒരു വിധം അവരുടെ ഗേറ്റ് എത്താം. ഞാൻ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് അമ്മണിക്കൂട്ടർ അവിടെ പോയി കടന്നു. പിന്നെ എനിക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്തറിയോ, എനിക്ക് അതിൽ ഞാൻ ഇവർ പോയി എപ്പോഴും കണക്കാക്കി. എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ആ ഫോൺ വന്ന വളർത്തിട്ട് എൻ്റെ ഓർമ്മ പോയിട്ടില്ല. എൻ്റെ മനസ്സിൽ എല്ലാം ക്ലീൻ. കണ്ണ് മുട്ടൻ്റെ ശ്വാസം മുടുപ്പും ഉള്ളൊക്കെ പെട്ടെന്ന് പഠിച്ചിട്ട് ഒന്നിനും പറ്റും എനിക്ക് വർത്തമാനം പറയാൻ. ആ ഒരു നിലമയായിരുന്നു. അങ്ങനെ അമ്മണിക്കുട്ടി കൊണ്ട് കട്ടിൽ കടത്തി അയ്മ വീശി തന്നു. ഒരാൾ വീശി ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. പുറത്തേക്ക് പോകാൻ കിട്ടിയപ്പോൾ അവരെന്നെ കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ട് ഏറെ പോകുമ്പോൾ പുറത്തേക്ക് പോയി. ഇതൊക്കെ പോകുമ്പോഴും ഇവർ ആസ്പത്രി എത്തി മനസ്സിലായപ്പോൾ ഇവർ മരിച്ചു എന്ന് എനിക്ക് എപ്പോഴോ ഞാൻ കണ്ട മനസ്സിലായി. ഇവരിനി കാരണം ഞങ്ങൾ ഇതൊക്കെ സ്ഥിരം പറയുന്നതാണ്. ഇവർക്ക് അത്രയും ഇതില്ല. ഒന്നും സാധനം മുട്ടാൻ കൂടി പറ്റുന്നില്ല. ഒന്ന് വീണു അടയ്ക്കുക. 2 ദിവസം കുറച്ചാഴ്ച മുമ്പ് വീണു. അപ്പോഴേ വലിയ താങ്ങാനേ പറ്റുന്നില്ല. ഈ വാഹനം ഒന്ന് ഇടിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു പോയി തന്നെ എൻ്റെ മനസ്സിൽ. എനിക്ക് ഒരു ഇതുമില്ല കൊണ്ടുവരുന്ന അവർ പറഞ്ഞു. അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒന്നും അറിയില്ല. അവർ കിടന്നിട്ട് വരും. ദീപ എന്നെയും കൂടി വിളിച്ചിട്ട് വരണോ. അപ്പോഴും ഈ ഒരു കണ്ണ് മഞ്ഞൾപ്പിൽ എല്ലാം അങ്ങനെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ആരാണെന്നൊന്നും വ്യക്തമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചുരുക്കിൽ ആൾ നിൽക്കണു. പന്തൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഞാൻ ഇന്നാളെന്നാണ് അങ്ങനെ കിടന്നപ്പോൾ വിചാരിക്കണം ഇവർ പന്തലിൻ്റെ കൂട്ടം കൂടിയില്ല. പന്തലിട്ട് തരാട്ടോ ഞാനൊരു പന്തൽ. ഈ പന്തലാണ് ഞാൻ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ അതാണ് മുമ്പിൽ ഓർമ്മ വന്നു. എനിക്ക് പന്തലിട്ട് തരാൻ പറഞ്ഞു. ഇതാണല്ലേ പന്തൽ. ഞാൻ വരുമ്പോൾ പന്തലായിരിക്കണോ മുറൊക്കെ എല്ലാവരും പണങ്ങളൊക്കെ കൂടിയിരിക്കണോ ഓസരി വിരിക്കണോ എന്തൊക്കെയോ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു അതും ശരിയായി. പന്തലിട്ട് തരാൻ പറഞ്ഞു. പന്തലിട്ട് തുടങ്ങി. ഇത്ര പെട്ടെന്ന്. അത്രയും സാധാരണമായിരുന്ന ഒരു ദിവസമായിട്ടും എവിടെയാണ് കാലത്തിന് പിഴച്ചത്? മരണവും അതുപോലെ സ്വാഭാവികമായതാണെന്ന് ഹൃദയത്തിന് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? മരിച്ച സമയത്ത് ആൾക്കാർ അതിനെക്കുറിച്ച് നമ്മുടെ അമ്മയുടെ ആ കാര്യങ്ങൾ മറപ്പിക്കാൻ നോക്കുമ്പോൾ അവരൊന്ന് പിന്നെയും അതിനെക്കുറിച്ചിട്ട് അതല്ല എത്രയും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആ മരിച്ചിട്ടേ ആ ഡെഡ് ബോഡിനെ കുറിച്ചിട്ട് വർണ്ണിക്കുന്നതാണ് വന്നിട്ട് ആരൊക്കെ കീപ്പട്ടെ ഇരുന്നായിരുന്നെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളടുത്ത് പറയാം ഇന്നാണെങ്കിലേ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നന്നായി എന്തായാലും മരിച്ചു. സത്യമായിട്ട് ഞാൻ അവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി ചടങ്ങും മതി അടിയന്തരല്ല എനിക്ക് വീട്ടിലെത്തിയാൽ മതി അമ്മയും കൊണ്ടൊന്ന് ഇവിടെ എത്തി കിട്ടിയാൽ മതി എന്നായി. അത്രയും മോശമായി. എല്ലാവരോടും ഞാൻ പോയി എൻ്റെ പിന്നാലെ പോയി പോകും 10 ദിവസം ഇരിക്കുള്ളൂ എന്ന് പറയണം. അങ്ങനെ പറയണ്ട. നീ അസുഖമായി ഞാൻ പോയാലും തിരിക്കും. ഇതേ ചോദ്യങ്ങൾ തന്നെ എത്ര ആവർത്തി ചോദിച്ചാലും വ്യർത്ഥമാണ്. ആ ചോദ്യങ്ങളുടെ പിറകെ എത്ര പേർ അലഞ്ഞിട്ടുണ്ടാകാം. യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പോ
മരണത്തെ ചുറ്റിയുള്ള വിശ്വാസങ്ങളെ ഞാനിന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് എൻ്റെ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുന്ന എൻ്റെ വിശ്വാസം. വല്യച്ഛ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മളും അതുപോലൊരു മടക്കയാത്രയിലാണ്. വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്?